ഹരേ കൃഷ്ണ. തൻ്റെ അന്തകനായി ജനിച്ച കണ്ണനെ കൊല്ലാതെ മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കംസൻ കണ്ണനെ കൊല്ലാനായി അസുരന്മാരിൽ പ്രഗത്ഭനായ കേശിയെ അമ്പാടിയിലേക്ക് അയച്ചു. കേശി ഒരു കുതിരയുടെ രൂപത്തിലാണ് അമ്പാടിയിലെത്തിയത്. കാഴ്ചയിൽ തന്നെ വളരെ അസാധാരണത്വം തോന്നിയ കുതിരയെ അമ്പാടി നിവാസികൾ വരവേറ്റു. പക്ഷേ ആ കുതിര ഇടയന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഭയപ്പെട്ടു. ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിലാണ് ആ കുതിര കരഞ്ഞിരുന്നത്. അത് ജനങ്ങളെ കൂടുതൽ ഭയമുള്ളവരാക്കി. കുതിരയുടെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ അമ്പാടി നിവാസികൾ പരാതിയുമായി കണ്ണൻ്റെ അടുക്കലെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് സാധാരണ കുതിരയല്ലെന്നും കംസൻ അയച്ച ഏതോ മായാരാക്ഷസനാണെന്നും കണ്ണന് മനസ്സിലായി. കുതിരയുടെ മുന്നിലേക്ക് കണ്ണൻ സാവകാശം നടന്നു. കുതിരയാകട്ടെ കണ്ണനെ ചവിട്ടിത്തെറിപ്പിക്കാനായി മുൻകാലുകൾ ഉയർത്തിക്കൊണ്ടു നിന്നു. കണ്ണൻ പെട്ടെന്ന് കുതിരയുടെ കാലുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് അല്പദൂരം അന്തരീക്ഷത്തിലൂടെ ഒഴുകി ദൂരെ തെറിച്ചു വീണു. എങ്കിലും അതീവ ധൈര്യത്തോടെ കുതിര കരഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അടുക്കലേക്ക് വീണ്ടും വന്നു. ഉറക്കെ കരഞ്ഞ കുതിരയുടെ വായിലേക്ക് കണ്ണൻ തൻ്റെ കൈകൾ കുത്തിയിറക്കി അതിനെ രണ്ടായി വലിച്ചു കീറി ദൂരെ എറിഞ്ഞു. അങ്ങനെ രാക്ഷസനായ അസുരൻ്റെ കഥ കഴിച്ച ശേഷം കണ്ണൻ കൂട്ടുകാരോടൊത്ത് ആനന്ദനൃത്തം ചവിട്ടി.